മലയാളം കണ്ട ഏറ്റവും വലിയ ഹിറ്റ് മേക്കർ ഇന്ന് സ്റ്റാർ ജാമിൽ വി പ്രൗഡ്ലി പ്രസന്റ് ദ വൺ ആൻഡ് ഓൺലി. നമസ്കാരം ഷാൻ, ഞാൻ ഡയറക്ടർ സിദ്ദിഖ്, ക്ലബ് എഫ്എമ്മിൽ സ്റ്റാർ ജാമിൽ. വെൽക്കം ടു മൈ ഷോ സർ. താങ്ക് യു. ഈ കേൾക്കണതൊക്കെ ശരിയാണോ? എന്താണ് ഷാൻ കേട്ടത്? 5 കോടിയാണ് സിദ്ദിഖ് എന്ന ഡയറക്ടറിന് ബോളിവുഡ് നൽകുന്നതെന്ന് പാപ്പരാസികൾ പറയുന്നത് കേട്ടു. പാപ്പരാസികൾ പറയുന്നത് മാത്രമല്ല, അവരത് തന്നാൽ സന്തോഷം. ഇതിൽ നിന്ന് എത്ര പൂജ്യം ഞാൻ കുറയ്ക്കണം? എത്ര വേണമെങ്കിലും കുറയ്ക്കാം, അല്ലെങ്കിൽ കൂട്ടാം. പക്ഷെ മോശമല്ലാത്ത പ്രതിഫലം ഹിന്ദിയിൽ നിന്ന് അവർ ഓഫർ ചെയ്യുന്നുണ്ട്, തരുന്നുണ്ട്. ലാസ്റ്റ് ടൈം ഞാൻ സിദ്ദിഖ് എന്ന ഡയറക്ടറിനെ കാണുമ്പോൾ അങ്ങ് മലയാളി ഒരു ഡയറക്ടറായിരുന്നു, ഇന്നൊരു നാഷണൽ ലെവൽ ഡയറക്ടറാണ്. സോ എങ്ങനെയുണ്ട് ഈ ഡിഫറൻസ്? ഒരു വലിയ വ്യത്യാസം എൻ്റെ മാനസികാവസ്ഥയിൽ വന്നിട്ടില്ല. ഞാനിപ്പോൾ ഒരു ഹിന്ദി സിനിമ ചെയ്ത ഒരു ബോളിവുഡ് ഡയറക്ടറാണ് എന്ന് ആരെങ്കിലും ഒക്കെ പറയുമ്പോഴാണ് ശരിയാണ്, ഞാനൊരു ഹിന്ദി സിനിമയും ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു ഫീലേ ഉള്ളൂ. കാരണം നമ്മൾ ഓരോ സിനിമയും ഹിറ്റായി കഴിയുമ്പോഴും ഓരോരുത്തർ പറയും തൊട്ടതെല്ലാം പൊന്നാക്കുന്നത് എന്ന്. അവർ പറയുമ്പോൾ ഞാൻ എൻ്റെ ഉള്ളിൽ എന്നോട് പറയും, ഞാൻ പൊന്നാകുന്നത് മാത്രമേ തൊടുന്നത് കൊണ്ടാണ് എന്നുകൂടി ഞാൻ പറയും. അല്ലാത്തത് ഞാൻ തൊടാൻ നിൽക്കില്ല എന്നുള്ളത് കൊണ്ടും കൂടിയാണ് അങ്ങനെ ഒരു വിജയം എനിക്ക് ആവർത്തിക്കാൻ സാധിക്കുന്നത്. അത് ഈശ്വരാധീനം. ഒരിക്കലും ഈസി അല്ലായിരുന്നു എനിക്ക് സക്സസ് എനിക്ക് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ്. ആദ്യ ദിവസങ്ങളിൽ എപ്പോഴും എല്ലാ സിനിമകൾക്കും എൻ്റെ ഒരു ഫെയിലിയർ സിനിമയുടെ സംവിധായകൻ അനുഭവിക്കുന്ന എല്ലാ വേദനകളും ആദ്യ ആഴ്ചകളിൽ അനുഭവിച്ചിട്ടാണ് അവസാനം ഞാൻ സക്സസിലേക്ക് എത്തുക. അപ്പോൾ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം സക്സസ് എന്ന് പറയുന്നത് രണ്ടുമാണ്. സിദ്ദിഖിനെ ഞങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ സാറുടെ ഫെയിലിയർ എന്താ? ഒരുപാടുണ്ട്, എൻ്റെ ലൈഫിൽ ഒരുപാട് ഫെയിലിയർ ഉണ്ട്. പക്ഷെ എൻ്റെ കരിയറിൽ ഞാൻ അത് വളരെ സൂക്ഷിച്ചാണ് പോകും. അല്ല, ജീവിതത്തിൽ ഒരുപാട് ഫെയിലിയർ ഉണ്ട് പലയിടത്തും. സർ, ഞാൻ 2 കാര്യങ്ങൾ പറയാം, ഇതിൽ ഏത് സെലക്ട് ചെയ്യുന്നു പറയണം. യു ആർ എ പെർഫെക്റ്റ് ജെന്റിൽമാൻ, യു ആർ എ പെർഫെക്റ്റ് ബിസിനസ് മാൻ. ഞാനൊരു ഹ്യൂമൻ ബീയിങ്, ഒരു നല്ല ഹ്യൂമൻ ബീയിങ് ആകാനാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്. ബിസിനസ് എനിക്ക് പറഞ്ഞിട്ടുള്ള കാര്യവുമല്ല. ബിസിനസ് ചെയ്തെടുത്തൊക്കെ എനിക്ക് പരാജയമാണ് ഉണ്ടായിട്ടുള്ളത്. ബിസിനസ് വേറെ ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രോഡക്റ്റ് ഉണ്ടാക്കി കൊടുത്ത് അത് അവർ ബിസിനസ് ചെയ്ത് അവർ സക്സസ് ആക്കിയിട്ടുണ്ട്. ആസ് എ ബിസിനസ് മാൻ ഞാനൊരു ബിസിനസ് ചെയ്യുന്നത് എനിക്ക് ഒരിക്കലും ലാഭം കൊണ്ടുവന്ന് തന്നിട്ടില്ല. സൂപ്പർ. വെൽ, ഇന്ന് മലയാള സിനിമയുടെ ജെന്റിൽമാൻ ആണ് എൻ്റെ കൂടെ ഉള്ളത്, ദ വൺ ആൻഡ് ഓൺലി സിദ്ദിഖ് വിത്ത് മീ. ആൻഡ് ലെറ്റ്സ് സ്റ്റാർട്ട് ദ ഷോ സർ. സാർക്ക് ഇഷ്ടമില്ലാത്തൊരു ചോദ്യം ഞാൻ ചോദിക്കില്ല. ഏത് ചോദ്യം? എൻ്റെ റെമ്യൂണറേഷൻ ചോദിക്കില്ല. പക്കാ സർ, ഡൺ. അത് എപ്പോഴും നമ്മളെ ചമ്മലുണ്ടാക്കുന്ന കാര്യമാണ്. വെൽ, ടൺ കണക്കിന് ഫൺ. Ladies and gentlemen, today I have with me director Siddiq on Club FM. Star Jam. With RJ Sean. ഈ സിനിമ തുടങ്ങുന്നത് ഒരു പരീക്ഷയിലെ തോൽവിയിലൂടെയാണ്. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഡയറക്ടർ പറയാ, പരീക്ഷയിൽ തോക്കുന്ന അത്ര വലിയ സംഭവമാണോ? ജീവിതത്തിലെ അവസാനത്തെ കാര്യമല്ല പരാജയം എന്ന് പറയുന്നത്. നമ്മൾ എത്രയോ പ്രാവശ്യം വെട്ടിത്തിരുത്തിയാണ് എഴുതുന്നത് സ്ക്രിപ്റ്റ്. എത്രയോ ഷോട്ട്സ് നമ്മൾ റീടേക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഓരോ പരാജയങ്ങളാണ്. ആ പരാജയങ്ങളെയൊക്കെ നമ്മൾ റെക്ടിഫൈ ചെയ്തിട്ടാണ് ഒരു വിജയത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ പരാജയം എന്ന് പറയുന്നത് വിജയത്തിന്റെ കൂടെയുള്ളതാണ്. ആ പരാജയം ഓരോ ഫേസിലും നമ്മൾ ഒരു ഷോട്ട് എടുത്തു, അത് ശരിയായിട്ടില്ലെങ്കിൽ അതൊരു പരാജയം തന്നെയാണ്. ഉടനെ നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് ആ പരാജയം പുറത്താരും അറിയുന്നില്ല എന്നുള്ളത്. 10th സ്റ്റാൻഡേർഡ് റിസൾട്ട്സിന്റെ ടൈമാണ്. ഒരുപാട് കുട്ടികൾക്ക് പരാജയം ഇല്ലെങ്കിൽ മാർക്ക് കുറവായിരിക്കും. ഞാൻ ഈ സിനിമയിലൂടെ പറയുന്നത് അത് തന്നെയാണ്. ജീവിതത്തിലെ വിജയമാണ്, അല്ലാതെ പരീക്ഷകളിലെ വിജയമല്ല വേണ്ടത്. കഴിഞ്ഞ ദിവസം കേരളത്തിലെ സ്പീക്കർ പറയണ്ടായിരുന്നു നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ചേഞ്ച് ചെയ്യണമെന്ന്. കാലത്തിനൊപ്പം വിദ്യാഭ്യാസം മാറിയിട്ടില്ല എന്ന്. എങ്ങനെയൊക്കെ മാറണം? സർ ഒരു സർ കൂടിയാണല്ലോ, അതുകൊണ്ട് ചോദിക്കാം. ഒരുപാട് മാറ്റങ്ങൾ വരണം. നമുക്ക് ആദ്യകാലം ഇപ്പൊ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അക്കോർഡിംഗ് ടു യു, സിദ്ദിഖ് ആസ് എ ടീച്ചർ, ഞാൻ പഠിച്ചിരുന്ന കാലഘട്ടത്തിലെ ആ ഒരു സമ്പ്രദായമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും ശരിയായിട്ടുള്ള സമ്പ്രദായമല്ല. ബ്രിട്ടീഷുകാര് ഗുമസ്തന്മാരെ സൃഷ്ടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമായിരുന്നു നമ്മുടെ ആദ്യത്തിൽ. അതായത് ഓരോരുത്തരിലും ഉള്ള കഴിവുകൾ ഡിഫറൻ്റ് ആണ്, അത് കണ്ടെത്തുക എന്നുള്ളതാണ്. ദാസേട്ടൻ ക്രിക്കറ്റ് കളിക്കാൻ പോയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? അതുപോലെ സച്ചിൻ ടെണ്ടുൽക്കർ പാട്ട് പാടാൻ വന്നിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? ഇത് തന്നെയാണ്. ഒരാൾക്ക് ഒരു കുട്ടിയെ കണ്ടാൽ ഈ കുട്ടി ഇതാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അതൊരു വലിയ സംഭവമായിരിക്കും. ലോകത്തെ ഏത് പ്രശ്നവും 7 ദിവസം കൊണ്ട് തീർക്കാം എന്നൊരു വലിയ തത്വം ഡയറക്ടർ സിദ്ദിഖ് ഒരു പുതിയ സിനിമയിലൂടെ പറയുന്നു. തീർച്ചയായിട്ടും. അതായത് കാത്തിരിക്കാനുള്ള ക്ഷമയില്ലാത്തതാണ് പല പ്രശ്നങ്ങൾക്കും കാരണം. എന്റെ എല്ലാ സിനിമകളും രാംജി റാവു ഇറങ്ങി ആദ്യ ദിവസത്തെ ഷോ കഴിയുമ്പോൾ ഗംഭീരമാണെന്ന് പറയും. 2ാം ദിവസം മുതൽ ആളുകൾ പറഞ്ഞു തുടങ്ങി കൊള്ളില്ല. അങ്ങനെ ആ സിനിമ മുതൽ എന്റെ എല്ലാ സിനിമകളും മുതൽ ഹരിഹർ നഗർ അങ്ങനെയാണ്. രാംജി റാവു കൊള്ളൂല്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, ഒരുപാട് പേരുണ്ട്. അവരെയൊക്കെ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. മറന്നു പോയിട്ടുണ്ട്. മലയാള സിനിമയിൽ അകത്തോ പുറത്തോ? സിനിമയ്ക്കകത്തുള്ളവർ തന്നെ എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട് കൊള്ളില്ല, ആളുകൾ ചിരിക്കുന്നുണ്ട്, പക്ഷേ ഇതൊരു സിനിമയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരം അനുഭവങ്ങൾ ക്ഷമയോടുകൂടി ഞാനിരിക്കും. ഇന്ന് ആരെങ്കിലും രാംജി റാവു കൊള്ളില്ല എന്ന് പറഞ്ഞാൽ ഞാനല്ല, ജനം സമ്മതിക്കൂ. അപ്പോൾ അതാണ് ക്ഷമ എന്ന് പറയുന്നത്. ഇത് ഡയറക്ടർ സിദ്ദിഖ് with me on Club FM. സ്റ്റാർ ജാം. ടൺ കണക്കിന് ഫൺ.
Ladies and gentlemen, today I have with me director Siddiq on Club FM. സ്റ്റാർ ജാം. Star Jam with RJ Sean. ലോകത്തെ ഏത് പ്രശ്നവും 7 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുമോ? 7 ദിവസം എന്ന് ഇയാൾ പറയുന്നതാണ്. 7 ചിലപ്പോൾ 7 മണിക്കൂർ കൊണ്ട് തീരുന്നതാണ്. കാലം പരിഹരിക്കാത്ത ഒരു മുറിവുകളും ഇല്ല. 7 ദിവസം എന്ന് പറയുന്നത് കാലമാണ്. ആ കാലത്തിന് നമ്മൾ വിട്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ അത് പരിഹരിച്ചു കൊണ്ടുവരും. ഞാൻ കുറച്ച് കാലഘട്ടം പറയാം. അതിൽ സിദ്ദിഖിന്റെ ഏറ്റവും വലിയ പ്രശ്നം ആ കാലഘട്ടത്തിൽ എന്തായിരുന്നു എന്ന് പറയണം. സ്കൂൾ ലൈഫിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എനിക്ക്. ഞാൻ എപ്പോഴും ക്ലാസ്സിൽ ഇരുന്നു കൊണ്ട് അധ്യാപകർ പറയുന്ന ഒന്നും എൻ്റെ ചെവിയിൽ കേൾക്കില്ല. ഞാൻ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കും. അടുത്തത് കോളേജ് ലൈഫില് സിദ്ദിഖിന്റെ യൗവനത്തിൽ സിദ്ദിഖ് ഫേസ് ചെയ്ത ഏറ്റവും വലിയ പ്രശ്നം എന്നെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. എന്റെ വീട്ടിൽ പോലും ഇവൻ ഒരു പൊട്ടക്കന്നാസ് എന്നാണ് പറയുന്നത്. എന്റെ ഇരട്ടപ്പേര് എന്നെ വീട്ടിൽ വിളിക്കുന്നത് കന്നാസ് എന്നാണ്. അതായത് കന്നാസ് എന്ന് പറഞ്ഞാൽ വസ്തുക്കൾ ഇട്ടിട്ട് നിറയ്ക്കാൻ കൊള്ളാവുന്ന, വേറെ ഒന്നിനും കൊള്ളില്ല, ഒരു വീപ്പ അത് ഭക്ഷണം കഴിക്കാൻ മാത്രം കൊള്ളുന്ന ആളെന്നുള്ള അർത്ഥത്തിലാണ് ഈ കന്നാസ്. അല്ലാതെ അതിനെ കൊണ്ട് യാതൊരു ഗുണവും ഇല്ലാത്തൊരു സാധനമാണ് കന്നാസ്. അപ്പൊ അതാണോ ഞാൻ എന്ന് അപ്പൊ എന്നെ ആക്സെപ്റ്റ് ചെയ്യിക്കുക, എന്നെ അംഗീകരിപ്പിക്കുക, അതായിരുന്നു എൻ്റെ ചെറുപ്പത്തിലെ മുതലുള്ള എൻ്റെ സ്ട്രഗിൾ. അത് സ്കൂൾ ലൈഫിലായാലും തോന്നാൻ കാരണം എനിക്ക് എൻ്റെ സുഹൃത്തുക്കൾ എപ്പോഴും എന്നെ ഏറ്റവും ലാസ്റ്റായിട്ടാണ് തള്ളി വയ്ക്കുക. ഒരു കളിക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കളിക്കാൻ മിടുക്കനല്ല, അപ്പോൾ എന്നെ ഏറ്റവും പുറകിലാണ്. അത് ഫുട്ബോൾ കളിക്കാനായിട്ട് 15 പേരുണ്ടെങ്കിൽ 7 പങ്കിട്ടെടുത്ത് കഴിഞ്ഞാൽ ബാക്കിയാകുന്നത് ഡെഫിനറ്റായിട്ട് ഞാനായിരിക്കും. അപ്പോൾ എന്നെ ഈ ഒരു ടീം പറയും നിങ്ങളെടുത്തോ ശ്രദ്ധിക്കണേ എന്ന് പറയും. അപ്പോൾ അവർ ഞങ്ങൾക്ക് വേണ്ട നിങ്ങളെടുത്തോ എന്ന് പറയും. അപ്പോൾ ഇത്തരം ഒരു ഇൻസൾട്ടുകൾ, ഒരുപാട് അവഗണനകൾ എൻ്റെ ലൈഫിൽ എല്ലായിടത്തും ഉണ്ടായിരുന്നു. അതിൽ നിന്ന് എങ്ങനെ ഓവർകം ചെയ്യണം എന്നുള്ളതായിരുന്നു എൻ്റെ യൗവനത്തിലെ അല്ലെങ്കിൽ ബാല്യത്തിലെ ഏറ്റവും വലിയ പ്രോബ്ലം. ഇന്നും എനിക്ക് ആ ചെറുപ്പത്തിൻ്റെതായ തിരിച്ചടികളിൽ നിന്നുള്ള ഒരു വലിച്ചിൽ എന്നും എൻ്റെ ലൈഫിലുണ്ട്. ഞാൻ ഇപ്പോഴും ചില സ്ഥലങ്ങളിൽ ചെന്നാൽ ഒരു കംഫർട്ടബിൾ അല്ല. ഇൻട്രോവേർട്ടാണ് ഞാൻ. ഇൻട്രോവേർട്ട് ആയതിന്റെ കാരണം എൻ്റെ ബാല്യകാലത്തിന്റെ തിരിച്ചടികളാണ്. ഫൺ AK-47 എന്നുള്ള റൗണ്ടിലേക്ക് പോവാണ്. എൻ്റെ കൂടെ ഉണ്ട് ഡയറക്ടർ സിദ്ദിഖ്. AK-47 ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സിനിമയിലെ ഒരു ജെന്റിൽമാൻ ആരാണ്? എന്റെ ഗുരുനാഥൻ ഫാസിൽ സാർ തന്നെയാണ്. സിനിമാ നടന്മാരിലെ ഒരു ജെന്റിൽമാന്റെ പേര് പറയും. ഒന്നേ പറയാൻ പാടുള്ളൂ. ഒന്ന് പറയൂ, അത് കഴിഞ്ഞ് 2. മോഹൻലാൽ ഒരു ജെന്റിൽമാൻ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതുപോലെ മമ്മൂക്കയും ഒരു ജെന്റിൽമാൻ ആയിട്ട്. റീസൺ പറയൂ സർ. അതായത് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരാളാണ്. നമ്മൾ ലാലുമായിട്ട് എപ്പോഴും സംസാരിക്കുമ്പോഴും നമുക്കൊരു പോസിറ്റീവ് എനർജി. മമ്മൂട്ടിയെ ജെന്റിൽമാൻ ആക്കുന്നത് എന്താണ്? എന്റെ ലൈഫിൽ അഡ്വൈസ് ചോദിക്കാൻ പറ്റുന്ന ഒരാളാണ് മമ്മൂക്ക. ഒരു സജഷൻസ് പെർഫെക്റ്റ് ആയിരിക്കും. ഈ ഭൂമിയിൽ കണ്ടിട്ടുള്ള ഏറ്റവും നല്ലൊരു ജെന്റിൽമാൻ ആരാണ്? ഞാൻ രാജീവ് ഗാന്ധിയാണ് ആ ക്രെഡിറ്റ് കൊടുക്കുന്നത്. അദ്ദേഹത്തിന്റെ മാന്യത എന്ന് പറയുന്ന കാര്യങ്ങളിൽ നമുക്ക് മനസ്സിലാവും. ഒരിക്കലും ആരെയും ഒരു പൊളിറ്റിക്കൽ ആംഗിളിൽ വിമർശിച്ച് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പൊളിറ്റിക്സിലെ ഒരു ജെന്റിൽമാൻ ഞാൻ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്നത് ഉമ്മൻചാണ്ടി സാറിനെയാണ്. അദ്ദേഹത്തെ ജെന്റിൽമാൻ തോന്നാനുള്ള കാരണം അദ്ദേഹത്തിന്റെ ഒരു ക്ഷമ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ വളരെ അടുത്ത് ഇടപഴകേണ്ടി വന്നിട്ടുണ്ട് അദ്ദേഹമായിട്ട്. അപ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ ചുറ്റും ആൾക്കൂട്ടമാണ്. ആ ആൾക്കൂട്ടത്തിനടുവിൽ നടുക്ക് നിന്നുകൊണ്ട് ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ ക്ഷമയോടുകൂടി കേൾക്കുകയും ഒരിക്കൽ പോലും അക്ഷമരാകുകയോ അത് കേൾക്കാതിരിക്കുകയോ ചെയ്യില്ല. അത് കേട്ടതിന് ശേഷം അതിന് എന്താ ചെയ്യേണ്ടതെന്ന് അവർക്ക് മറുപടി കൊടുത്തിട്ട് അടുത്തവരോട് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്ന ഉമ്മൻചാണ്ടി സാറിന് ഞാൻ അത്ഭുതത്തോടു കൂടിയാണ് നോക്കി നിന്നിട്ടുള്ളത്. ഒരാൾ ജെന്റിൽമാൻ ആവുന്നത് എപ്പോഴാണ്? നമുക്കൊരാളോട് ആരാധന തോന്നിയിട്ട് ഞാൻ ഇങ്ങനെ ആയിരിക്കണം എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നിടത്താണ് അയാളെ നമ്മൾ ജെന്റിൽമാനായിട്ട് അംഗീകരിക്കുന്നത്. ഒരാൾ ജെന്റിൽമാൻ അല്ലാതാവുന്നത് എപ്പോഴാണ്? ഇങ്ങനെ ഒരിക്കലും ഒരാൾ നമ്മളാവരുത് എന്ന് മനസ്സ് നമ്മളോട് പറയുന്നിടത്താണ് അയാൾ ജെന്റിൽമാൻ അല്ലാതാവുന്നത്. കേൾക്കാൻ രസമുള്ളത് എന്താണ് സർ? ആംഗ്രി യങ് മാൻ, ജെന്റിൽമാൻ തന്നെ. ആംഗ്രി അതായത് ദേഷ്യം വികാരത്തിന്റെ പ്രകടനമാണ്, ബുദ്ധിയുടെ പ്രകടനമല്ല, ശക്തിയുടെ പ്രകടനമാണ് ദേഷ്യം എന്ന് പറയുന്നത്. ജെന്റിൽമാന്റെ റിയാക്ഷൻ എപ്പോഴും ഇന്റലിജൻസിൽ നിന്നാണ് വരുന്നത്. മറ്റേത് വരുന്നത് ഇമോഷനിൽ നിന്നോ മസിൽ പവറിൽ നിന്നോ ആണ്. ഞാൻ എപ്പോഴും ഇന്റലിജൻസിനെയാണ് റെസ്പെക്ട് ചെയ്യുന്നത്. ഒരു ബോയ് മാൻ ആവുന്നത് എപ്പോഴാണ്? മാൻ ആകുന്നത് ഒരു ഒരു ലേഡിയെ പ്രൊട്ടക്ട് ചെയ്യാൻ കൽപ്പുള്ളവനാകുമ്പോൾ. സൂപ്പർ. ഒരു ഗേൾ ലേഡി ആവുന്നത് എപ്പോഴാണ്? ഒരു കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ. ഇത് ഡയറക്ടർ സിദ്ദിഖ് with me on Club FM. സ്റ്റാർ ജാം. ടൺ കണക്കിന് ഫൺ.